അബ് കി ബാർ 400 പാർ. മോദിയുടെ ഈ മുദ്രാവാക്യം മോദി തന്നെ മറന്നുപോയെങ്കിലും നമ്മൾ സാധാരണ ജനങ്ങൾ ആരും മറന്നിട്ടുണ്ടാവില്ല. പക്ഷേ 400 പാർ എന്നതുകൊണ്ട് മോദി ഉദ്ദേശിച്ചത് എന്താണെന്ന് അറിയാമോ? നിങ്ങളൊക്കെ മോദിയെ തെറ്റിദ്ധരിച്ചു. 400 പാർ എന്നതുകൊണ്ട് മോദി ഉദ്ദേശിച്ചത് 400-ൽ കൂടുതൽ ആൾക്കാർ മോദിയുടെയും BJPയുടെയും റാലിയിൽ പങ്കെടുക്കണം എന്ന് മാത്രമാണ്. അല്ലാതെ 400-ലധികം സീറ്റ് വേണമെന്നല്ല. ചുമ്മാ ഇങ്ങനെ തെറ്റായി കാര്യങ്ങൾ വിശ്വസിക്കരുതെന്നേ നിങ്ങളോട് എനിക്ക് പറയാനുള്ളൂ. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് വിശ്വാസമായില്ല എന്നറിയാം. അതിനാൽ ഇതാണ് മോദി ഉദ്ദേശിച്ചതെന്നുള്ള വ്യക്തമായ തെളിവ് കാണിക്കാം. അതോടെ എല്ലാ സംശയവും തീരും. അമിത്ഷാ സൗത്ത് ഡൽഹിയിലെ BJPയുടെ സ്ഥാനാർത്ഥി രാംവീർ സിംഗ് ബിദൂരിക്ക് വേണ്ടി ഒരു ഇലക്ഷൻ റാലി നടത്തി. അതിന്റെ ദൃശ്യങ്ങൾ കണ്ടോളൂ. बहुत बहुत धन्यवाद। सुबह सुबह मतदान करना, गर्मी है, कमल के निशान पर इतना गुस्से से बटन दबाना कि 1 तारीख को केजरीवाल को याद रहे बिहार में वापिस जाना। आप सभी को मैं आदरणीय रामवीर सिंह बिदूरी जी से निवेदन करूंगा कि हमारे भारत के यशस्वी गृह मंत्री जी का बुके देकर स्वागत करेंगे और बड़ी माला से ജനസമുദ്രം നിറഞ്ഞു നിന്ന ഈ മഹാസമ്മേളനത്തിൽ വെച്ച് നിറഞ്ഞു നിൽക്കുന്ന കസേര സമുദ്രത്തോടായി അമിത്ഷാ അഭ്യർത്ഥിക്കുകയാണ്. എല്ലാവർക്കും നന്ദി. രാവിലെ തന്നെ എല്ലാവരും പോയി വോട്ട് ചെയ്യുക. കഠിനമായ ചൂടാണ്. താമര ചിഹ്നത്തിൽ കുത്തി 1-ാം തീയതി തീഹാർ ജയിലിലേക്ക് തിരിച്ചു പോകണമെന്ന് കേജ്രിവാളിനെ ഓർമ്മിപ്പിക്കുക. ജന സുനാമിയാണ് ഇവിടേക്ക് ഒഴുകിയെത്തിയതെന്ന് നിങ്ങൾ നേരിട്ട് കണ്ടല്ലോ. ഇത് ഡോക്ടറുടെ വീഡിയോ അല്ല. സ്റ്റേജിൽ വ്യക്തമായി സ്ഥാനാർത്ഥിയുടെ പേരെഴുതിയിരിക്കുന്നത് കണ്ടല്ലോ. അതുപോലെ തന്നെ സ്ഥാനാർത്ഥിയായ രാംവീർ സിംഗ് ബിദൂരി ഷായെ ബൊക്കെ കൊടുത്ത് സ്വീകരിക്കുന്നതും വ്യക്തമാണല്ലോ. ഇങ്ങനെയാണ് മോദിയുടെയും ഷായുടെയും പല റാലികൾക്കുമുള്ള ജനപിന്തുണ. പലപ്പോഴായി പുറത്തു വന്ന കാര്യമാണ് പണം കൊടുത്താണ് BJP മിക്കപ്പോഴും ആളെ കൂട്ടുന്നതെന്ന്. എന്നാൽ ഡൽഹി പോലെയുള്ള സ്ഥലങ്ങളിൽ പണം കൊടുത്താൽ പോലും BJPയുടെ റാലിക്ക് ആളെ കിട്ടാനില്ലാത്ത അവസ്ഥയായിരിക്കുകയാണ്. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലും BJP ഇലക്ഷൻ ജയിക്കുന്നത് എങ്ങനെയാണ്? നിങ്ങളെപ്പോലെ എൻ്റെയും ഉള്ളിലുള്ള ചോദ്യം ഇതാണ്.